നമുക്കെല്ലാവർക്കും അറിയാം, മുലപ്പാൽ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുഞ്ഞിപ്പോൾ മാസം തികയുന്നതിന് മുമ്പേ ജനിച്ച കുഞ്ഞായാലും ഒരു കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വളരുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ധാതുക്കളും ശരിയായിട്ടുള്ള അളവിലുണ്ട്. അത് നമുക്ക് ഏത് സമയത്തും ഏത് സ്ഥലത്തും പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻസ് ഒന്നും കൂടാണ്ട് തന്നെ നൽകാവുന്നതാണ്. കുഞ്ഞിനെ സംബന്ധിച്ച് മുലപ്പാൽ എന്ന് വെച്ചാൽ ഒരു അമൃത് തന്നെയാണ്. ഇനി നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ പറ്റി കുറച്ച് വിശദമായിട്ട് സംസാരിക്കാം. ലിസി ആശുപത്രി മാതൃ ശിശു സൗഹാർദ്ദം സപ്പോർട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. ഇവിടെ നമ്മൾ ഗർഭധാരണം മുതൽ പ്രഗ്നൻസിയുടെ കാലയളവിലും ശേഷം ഡെലിവറിക്ക് ശേഷം നമ്മൾ ഫീഡിങ് ചെയ്യുന്ന സമയത്തുമൊക്കെ മുലയൂട്ടലിന് ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ സഹകരണവും നമ്മൾ കൊടുക്കാറുണ്ട്. ഇനി ബ്രസ്റ്റ് ഫീഡിങ് എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ, അതിപ്പോൾ നോർമൽ ഡെലിവറി ആയാലും സിസേറിയൻ ആയാലും അമ്മയ്ക്കും കുഞ്ഞിനും വേറെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ജനിച്ച് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഡെലിവറിക്ക് ശേഷം ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ബ്രസ്റ്റ് മിൽക്ക് അത്രയധികം അളവിൽ ഉണ്ടായിരിക്കില്ല. ആ വരുന്ന പാല് ഒരു മഞ്ഞ കളറിലുള്ളതായിരിക്കും. നമ്മൾ അതിനെ കൊളോസ്ട്രം എന്നാണ് പറയുന്നത്. കൊളോസ്ട്രത്തിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആൻറ്റിബോഡീസും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള എല്ലാ ഘടകങ്ങളും ഉണ്ട്. കുഞ്ഞിന് പറ്റി ശരിക്കും പറയാനുണ്ടെങ്കിൽ കൊളസ്ട്രോമിനെ നമുക്ക് കുഞ്ഞിൻ്റെ ആദ്യത്തെ വാക്സിനേഷന് തന്നെ പറയാം. ഇനി ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരുള്ള വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത്തവണത്തെ തീം തന്നെയാണല്ലോ, ഒരു സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റം വേണം. ദാറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഹോം ഇറ്റ്സെൽഫ്. നമ്മൾ വീട്ടിൽ മുലയൂട്ടുന്ന അമ്മമാരുള്ള വീട്ടിൽ അമ്മയ്ക്കും കുഞ്ഞിനും സ്വസ്ഥമായിട്ടിരുന്ന് ഫീഡ് ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ 1-2 ദിവസം അധികം പാലുണ്ടായിരിക്കില്ല. അപ്പം ആ സമയത്ത് ചിലർ പറയണ കേൾക്കാറുണ്ട്, പാല് കുറവാ, കുഞ്ഞിന് വിശപ്പ് മാറുന്നില്ല, കുഞ്ഞ് കരച്ചില്ല, ഇങ്ങനത്തെയൊക്കെ സംസാരങ്ങളുണ്ടായാൽ അമ്മയ്ക്ക് മാനസിക പിരിമുറുക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പിന്നെ പാല് കുറയ്ക്കാനായിട്ട് കാരണമാവും. അപ്പം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. മുലയൂട്ടുന്ന അമ്മയും കുഞ്ഞുള്ള വീട്ടുകാരും എല്ലാവരും ഒന്ന് ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ അമ്മയുടെ പോഷക ആഹാരവും നല്ല കറക്റ്റായിട്ട് ആയിരിക്കണം. പ്രഗ്നൻസിനെക്കാട്ടും കൂടുതൽ നമ്മൾ മുലയൂട്ടുന്ന അമ്മമാരുടെ പോഷകങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അമ്മയ്ക്ക് നല്ല സമീകൃത ആഹാരം ഉണ്ടായിരിക്കണം. വെള്ളം നന്നായിട്ട് കുടിക്കണം. ഒരു 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഇനി മുലയൂട്ടുന്ന രീതിയെ പറ്റി ഇവിടെ കുറേ ചാർട്ട്സ് ഉണ്ട്. കുറേ രീതികളിൽ നമുക്ക് ഫീഡ് ചെയ്യാം. എന്നാലും ഇൻ ജനറൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫീഡ് ചെയ്യാൻ നേരത്തെ അമ്മ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം. ഒരു ചെയറിലിരിക്കുകയോ ബെഡിലോ ബാക്ക് നല്ല വെൽ സപ്പോർട്ടഡ് ആയിരിക്കണം. മുന്നോട്ട് ചാഞ്ഞിരുന്ന് കൊടുക്കാൻ നേരത്ത് ബാക്ക് പെയിൻ വരാനും അത് നമുക്ക് ഒത്തിരി സമയം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യാൻ നേരത്ത് കുഞ്ഞിനെ നമ്മുടെ സൈഡിലോട്ട് പിടിച്ച് കുഞ്ഞിൻ്റെ താടി അമ്മയുടെ ബ്രസ്റ്റിൽ ടച്ച് ചെയ്യണം. ആൻഡ് കുഞ്ഞിൻ്റെ വാ നല്ലവണ്ണം തുറന്നിരിക്കണം. അമ്മയുടെ ബ്രസ്റ്റിൻ്റെ നിപ്പിൾ മാത്രമല്ല, നിപ്പിളിൻ്റെ ചുറ്റുമുള്ളൊരു കറുത്ത പോർഷൻ ഉണ്ട്, നമ്മൾ ഏരിയോള എന്ന് പറയും. ഏരിയോളയും ഫുള്ളായിട്ട് കുഞ്ഞിൻ്റെ ഉള്ളിൽ പോകണം, എന്നാലേ പാല് നന്നായിട്ട് വരുള്ളൂ. പിന്നെ ഒരു തവണ നമ്മൾ ഫീഡ് ചെയ്യാൻ നേരത്ത് ഒരു ബ്രസ്റ്റിൽ നിന്ന് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഫീഡ് ചെയ്യാനായിട്ട് നോക്കണം. കാരണം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ നേരത്ത് ആദ്യം വരുന്ന പാല് അതിന് ഫോർമിൽക്ക് എന്ന് പറയും. അതിൽ ജലാംശമായിരിക്കും കൂടുതലുള്ളത്. പിന്നീട് വരുന്ന പാലിലാണ് കൊഴുപ്പിൻ്റെ അംശം കൂടുതലുള്ളത്, ഹൈൻഡ് മിൽക്ക് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ 5-10 മിനിറ്റ് ഒരു ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്ത് പിന്നെ പെട്ടെന്ന് മറ്റേ ബ്രസ്റ്റിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്താൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഹൈൻഡ് മിൽക്ക് കിട്ടത്തില്ല. ഈ ഹൈൻഡ് മിൽക്ക് കിട്ടിയാലാണ് കുഞ്ഞിൻ്റെ വിശപ്പ് മാറുമോ കുഞ്ഞിന് ആവശ്യത്തിന് തൂക്കമൊക്കെ വെക്കത്തുള്ളൂ. അതുപോലെ തന്നെ ജനിച്ച ആദ്യത്തെ ഒരാഴ്ച 10 ദിവസത്തിൽ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് കുറയുന്നതും സാധാരണയാണ്. അതിനുശേഷമാണ് കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടത്തുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച 10 ദിവസം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അമ്മയ്ക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എത്ര നാൾ വരെ ഫീഡ് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാൻ പാടുകയുള്ളൂ. തിളപ്പിച്ചാറ്റിയ വെള്ളം, ബ്രൈറ്റ് വാട്ടർ, തേൻ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതൊന്നും തന്നെ റെക്കമെൻഡഡ് അല്ല. മുലപ്പാൽ മാത്രമേ റെക്കമെൻഡഡ് ഉള്ളൂ. പിന്നെ കുഞ്ഞിന് എന്തെങ്കിലും പ്രത്യേക കണ്ടീഷൻസ് ഉണ്ട് എങ്കിൽ പീഡിയാട്രീഷ്യൻ്റെ റെക്കമെൻഡേഷനോടുകൂടെ മാത്രമേ വേറെ എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇനി 6 മാസത്തിന് ശേഷം നമ്മൾ പതുക്കെ കുറുക്ക് കട്ടിയാഹാരമൊക്കെ തുടങ്ങാൻ നേരത്ത് അപ്പോഴും നമ്മൾ മുലപ്പാൽ അതിൻ്റെ സൈഡ് ബൈ സൈഡ് കണ്ടിന്യൂ ചെയ്യണം. കുഞ്ഞിനൊരു 2 വയസ്സാവണ വരെ ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്നത് നല്ലതാണ്. ഈ മുലപ്പാൽ കുടിച്ച് വളർന്ന കുഞ്ഞുങ്ങളിൽ പൊതുവേ അലർജി, ഇൻഫെക്ഷൻസ്, ആസ്മ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മറ്റു രോഗങ്ങൾ ഇതിൻ്റെ എല്ലാം
അളവ് കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മുലപ്പാൽ കുടിച്ചു വളരുന്ന കുഞ്ഞുങ്ങളിൽ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് IQവും കൂടുതലായിട്ടാണ് കാണുന്നത്. ഈ കുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ഷുഗർ, പ്രഷർ ഇങ്ങനത്തെ അസുഖങ്ങളുടെ അളവും കുറവായിട്ടാണ് കാണുന്നത്. അമ്മമാർക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളുണ്ട്. അമ്മമാർക്ക് നമ്മൾ പ്രഗ്നൻസിയിൽ ഗെയിൻ ചെയ്യുന്ന നമ്മുടെ വെയിറ്റ് ഉണ്ടല്ലോ, അതെല്ലാം കുറയാനായിട്ട് സഹായിക്കും. ഡെലിവറിക്ക് ശേഷമുള്ള അമിത രക്തസ്രാവം അത് കുറയ്ക്കാനായിട്ട് സഹായിക്കും. പിന്നെ അമ്മയും കുഞ്ഞും തമ്മിലൊരു വൈകാരിക ബന്ധം സ്ഥാപിക്കാനായിട്ട് മുലയൂട്ടലിന് വളരെ വളരെ പ്രാധാന്യമുണ്ട്. ലേറ്റർ ഓൺ ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അമ്മമാരിൽ ബ്രസ്റ്റ് ക്യാൻസർ, ഓവറിയിലെ ക്യാൻസർ ഇതിൻ്റെ എല്ലാം അളവ് കുറയുന്നതായിട്ടാണ്. അതുപോലെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് ശേഷം പിന്നെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ കൂടുതലും നമ്മുടെ അമ്മമാരൊക്കെ വർക്കിംഗ് ആയിരിക്കും. ഇപ്പോൾ ജോലിക്ക് പോകാൻ നേരത്തെ കുഞ്ഞിനെ എങ്ങനെ ഫീഡ് ചെയ്യാമെന്നുള്ളതാണ്. മെറ്റേണിറ്റി ലീവ് ആസ് ആപ്ലിക്കബിൾ ഇപ്പോൾ എല്ലാവർക്കും 6 months മെറ്റേണിറ്റി ലീവ് ഉണ്ട്. മെറ്റേണിറ്റി ലീവ് എല്ലാവരും എടുക്കേണ്ടതാണ്. ആൻഡ് പിന്നെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് നൽകാവുന്നതാണ്. അതുപോലെ ഇപ്പം നമുക്ക് അമ്മമാർക്ക് ബ്രസ്റ്റ് മിൽക്ക് വീട്ടിൽ വെച്ച് എക്സ്പ്രസ് ചെയ്ത് വെച്ചും പോകാവുന്നതാണ്. നമ്മൾ വീട്ടിൽ വെച്ച് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ കൈയും പാല് പിഴിഞ്ഞ് വെക്കുന്ന പാത്രം എല്ലാം നല്ല ശുദ്ധിയുള്ളതായിരിക്കണം. അങ്ങനെ നമ്മൾ പിഴിഞ്ഞ് വെക്കുന്ന പാല് റൂം ടെമ്പറേച്ചറിൽ ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ നമുക്ക് വെക്കാം. ബാക്കി ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ വരെ വെക്കാം. ഫ്രീസറിലാണെങ്കിൽ 3 മാസം വരെ കേടുകൂടാണ്ട് വെക്കാവുന്നതാണ്. ഇനി ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ പാലെടുത്ത് കൊടുക്കാനെടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള അളവിൽ മാത്രമേ എടുക്കാവൂ. പിന്നെ തണുപ്പ് മാറിയ ശേഷം കുഞ്ഞിന് കൊടുക്കുക. അതും കൊടുക്കുന്നത് നമ്മൾ തണുപ്പ് മാറിയ ശേഷം ഒരു 2 മണിക്കൂറിനുള്ളിൽ കൊടുത്തു തീർക്കാൻ ശ്രദ്ധിക്കണം. 2 മണിക്കൂറിന് ശേഷം പിന്നെ പാല് ബാക്കി തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതൊന്നും അത്ര നല്ലതല്ല. അപ്പം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാവുന്നതാണ്. പിന്നെ അമ്മമാർക്കുള്ള വേറെ ഗുണം എന്ന് വെച്ചാൽ 6 മാസം എക്സ്ക്ലൂസീവ്ലി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഒരു പരിധി വരെ ഈ മുലയൂട്ടലിനെ ഒരു ഗർഭനിരോധന മാർഗമായിട്ടും കണക്കാക്കാവുന്നതാണ്. ഞാനീ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. മുലപ്പാൽ എന്ന് വെച്ചാൽ ഏതൊരു കുഞ്ഞിൻ്റെയും ജന്മാവകാശമാണ്. അത് എല്ലാവർക്കും ലഭിക്കണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും യത്നിക്കേണ്ടതാണ്. താങ്ക് യു.